وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. Allah Subhanahu wa Ta'ala അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നൽകിയിരിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം ജീവിക്കുന്ന ഈ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും താൽക്കാലികമായ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. ഇതിലുള്ള മുഴുവൻ വസ്തുക്കളുടെ നിലനിൽപ്പ് താൽക്കാലികമാണ്. അതത്ര വലിയ വസ്തുവാകട്ടെ ചെറുതാകട്ടെ, എന്നെന്നും നിലനിൽക്കുന്ന വസ്തുവും ഈ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിന് നിലനിൽപ്പില്ല എന്ന് വരുമ്പോൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യരാകുന്ന നാം ഓരോരുത്തർക്കും എന്നും ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയുമില്ല. നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഓരോ ദിവസവും ഈ ലോകത്തേക്ക് പുതിയ മനുഷ്യർ വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഈ ലോകത്ത് വന്ന മനുഷ്യർ ഓരോ ദിവസവും ഇവിടെ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിന്റെ ഈ ദുനിയാവിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ദുനിയാവിന്റെ ജീവിതത്തെ ദുനിയാവിനെ ഉപമിച്ചത് وَاضْرِبْ لَهُمْ مَثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ. അല്ലാഹു തആല ദുനിയാവിനെയും ഇവിടുത്തെ ജീവിതത്തിൽ ഉപമിച്ചത് കമാഇൻ, വെള്ളത്തെ പോലെയാണ്. വെള്ളത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതൊരു സ്ഥലത്ത് നിൽക്കുകയില്ല, അത് അടുത്ത സ്ഥലത്തേക്ക് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ ദുനിയാവിൽ ഒരു മനുഷ്യനും നിൽക്കില്ല. ദുനിയാവ് ഒരാളുടെ അടുക്കൽ നിൽക്കുകയില്ല, അത് അടുത്ത ആളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. വെള്ളത്തിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിയാൽ തീർച്ചയായും ശരീരം നനയും എന്നതുപോലെ ഒരാൾ ദുനിയാവിലേക്ക് ഇറങ്ങിയാൽ അതിലവൻ മുഴുകുന്നതാണ്, അതവനെ ജോലിയാക്കുന്നതാണ്. ആവശ്യത്തിനുള്ള വെള്ളം അത് മനുഷ്യന് പ്രയോജനമാണ് എന്നതുപോലെ ആവശ്യമുള്ള ദുനിയാവ്, അത്യാവശ്യമുള്ള ദുനിയാവിന്റെ വസ്തുക്കൾ അത് മനുഷ്യന് ഉപകരിക്കുന്നതാണ്, ആഖിറത്തിൽ സഹായവുമാണ്. അല്ലാഹു തആല ദുനിയാവിന്റെ ജീവിതത്തെയും ഇവിടുത്തെ വസ്തുക്കളെയും ഉപയോഗിച്ചത് വെള്ളം പോലെയാണ്, അത് നീങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് ദുനിയാവിൽ വന്നിരിക്കുന്ന ഓരോ മനുഷ്യരും ഏതെല്ലാം സൗകര്യങ്ങളിലും ജീവിച്ചാലും ഈ ലോകം നീങ്ങാനുള്ളവരാണ്. ഇമാം ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ അദ്ദേഹം ഔൻ ഇബ്നു അബ്ദുല്ല അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നതിന് മുൻപുള്ള ഒരു രാജാക്കന്മാർപ്പെട്ട രാജാവ് അദ്ദേഹം വലിയൊരു കൊട്ടാരവും ഒരു വലിയ തോട്ടവുമെല്ലാം പൂന്തോപ്പുമെല്ലാം പണിതു. എന്നിട്ട് നാട്ടിലെ ജനങ്ങളെ എല്ലാം ക്ഷണിച്ചു തന്റെ കൊട്ടാരത്തിലേക്ക്, തന്റെ മാളികയിലേക്ക് അത് കാണുവാൻ വേണ്ടി. ആ കൊട്ടാരത്തിൽ തന്റെ ജോലിക്കാരെ നിർത്തി കണ്ടുപോകുന്നവരോട് ചോദിക്കണം, ഇതിലെന്തെങ്കിലും അയ്ബുകളുണ്ടോ, ന്യൂനതയുണ്ടോ, കുറവുണ്ടോ? അങ്ങനെ എല്ലാവരും ഒന്ന് കണ്ട് ഒരു കുറവുമില്ലാതെ സമ്മതിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവസാനം വന്ന ചില സ്വാലിഹികളായ അടിമകൾ
അവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ കൊട്ടാരവും ഈ രാജാവിന്റെ മാളികയിലും കണ്ടു, ഇതിൽ എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടോ, ന്യൂനത കാണുന്നുണ്ടോ? പറഞ്ഞു, 2 ന്യൂനതകൾ കാണുന്നുണ്ട്. അവരെ രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി, നിങ്ങൾ എന്താണ് എന്റെ കൊട്ടാരത്തിൽ ഇത്രയും ഭംഗിയായി നിർമ്മിച്ച ഈ കൊട്ടാരത്തിൽ കണ്ട ന്യൂനതകൾ? പറഞ്ഞു, 1, ഈ കൊട്ടാരം ഒരു ദിവസം നശിക്കാനുള്ളതാണ്. എത്ര നാൾ നീണ്ടുപോയാലും ഇതിന്റെ അവസാനം ഇത് ഭൂമിയോട് ചേരുന്നതാണ്. 2ാമത്തെ പ്രത്യേകത, ഈ കൊട്ടാരത്തിന്റെ ഉടമ എന്നും ഈ കൊട്ടാരത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. പണിതിരിക്കുന്ന കൊട്ടാരത്തിന്റെ ശക്തി കൊണ്ട് വർഷങ്ങൾ നീണ്ടുപോകാം, പക്ഷേ പണിത വ്യക്തി എന്നും ഈ കൊട്ടാരത്തിൽ ജീവിക്കുകയില്ല. കെട്ടിടവും കൊട്ടാരമെല്ലാം ബാക്കിയാകും. ഇതിന്റെ ഉടമസ്ഥൻ ഇവിടെ നീങ്ങിപ്പോവുകയും ചെയ്യും. ഇത് ഇതിന്റെ ഒരു ന്യൂനതയാണ്. ദുനിയാവിൽ എന്തെല്ലാം വസ്തുക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ അതെല്ലാം വിട്ടിട്ട് നാം പോകേണ്ടി വരും. ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹം വളരെ സുഭിക്ഷമായ ആർഭാടമായി ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ആരംഭ കാലഘട്ടം, ഒരു സാലിഹായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ കൊട്ടാരത്തിലും സുഖകരമായ ജീവിതത്തിൽ ജീവിക്കുന്ന പ്രദേശത്തും വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ചോദിച്ചു, ഈ യാത്രാമന്ദിരം ആരുടേതാണ്? ഈ യാത്രാമന്ദിരം ആരുടേതാണ്? അദ്ദേഹം പറഞ്ഞത്, യാത്രാമന്ദിരമല്ല, ഇത് എന്റെ കെട്ടിടമാണ്, എന്റെ കൊട്ടാരമാണ്, ഞാൻ താമസിക്കുന്ന വീടാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ മുമ്പ് ഇവിടെ ആരാണ് താമസിച്ചത്? എന്റെ പിതാവാണ്. അതിനു മുമ്പ് ആരാണ് താമസിച്ചത്? അദ്ദേഹത്തിന്റെ പിതാവാണ്. അതിനു മുമ്പ് ആരാണ് താമസിച്ചത്? അദ്ദേഹത്തിന്റെ പിതാവാണ്. അവരെല്ലാം എവിടെ പോയി? അവരെല്ലാം ഈ സ്ഥലത്ത് താമസിച്ചു, അവരെല്ലാം ഇവിടുന്ന് പോയി. അവർ യാത്രക്കാരായിരുന്നു, താൽക്കാലികമായി താമസിച്ചു. അവരിത് കൊട്ടാരത്തെ വിട്ട്, ഈ മാളിക വിട്ട് അവർ മടങ്ങിപ്പോയി. നിങ്ങളും ഇതുപോലെ താൽക്കാലികമായി താമസിക്കുന്ന യാത്രക്കാരനാണ്. ഒരു ദിവസം നിങ്ങളും ഇതിനെ വിട്ടിട്ട് നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും താൽക്കാലികമായി നൽകിയതാണ്. ഒരു ദിവസം ഈ നാട്ടിൽ നമ്മൾ നീങ്ങേണ്ടവരാണ്, യാത്ര ചെയ്യേണ്ടവരാണ്. നാം പോകേണ്ട സമയം, നാം ഏത് സ്ഥലത്ത് വെച്ച് മടങ്ങും, എന്ത് കാരണം കൊണ്ട് മടങ്ങും, ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ട് തീരുമാനിക്കപ്പെട്ടതാണ്. ഏത് സ്ഥലത്തായിരിക്കും നമ്മുടെ മടക്കം, ഏത് സമയത്തായിരിക്കും നമ്മുടെ മടക്കം, എന്ത് കാരണത്തിന്റെ പേരിൽ നമ്മൾ മടങ്ങും, ഇതെല്ലാം അല്ലാഹു നിശ്ചയിച്ചതാണ്. അതേപോലെ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഏഴത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ 5 നില കെട്ടിടത്തിന്റെ മുകളിൽ താഴേക്ക് വീണു. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരിച്ചു പോകേണ്ടതാണ്, പക്ഷെ അത്ഭുതകരമായ മനുഷ്യൻ രക്ഷപ്പെട്ടു. കെട്ടിട നിർമ്മാണത്തിനിടയിൽ താഴേക്ക് വീണു. ഇത്രയും ഉയർച്ചയിൽ വീണു, പക്ഷെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട സന്തോഷത്തിൽ അവന്റെ കൂട്ടുകാർ പറഞ്ഞു, നീ എന്തെങ്കിലും ഞങ്ങൾക്ക് അതിന് സമ്മാനമായി മധുരം വാങ്ങിക്കണം. ആ കെട്ടിടത്തിന്റെ ഉടമ പൈസ കൊടുത്തു, നീ വാങ്ങിച്ചു കൂട്ടുകാർ കൊടുക്കി. ഇത്ര വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടതല്ലേ. മധുരം വാങ്ങിക്കാൻ റോട്ടിലേക്ക് ഇറങ്ങി, വണ്ടി ഇടിച്ച് അദ്ദേഹം മരണപ്പെട്ടു. മനുഷ്യന്റെ തീരുമാനിക്കപ്പെട്ട സ്ഥലത്ത് മനുഷ്യൻ മരിക്കുകയുള്ളൂ, പക്ഷെ തീരുമാനിക്കപ്പെട്ട സ്ഥലത്ത് മനുഷ്യൻ മരിക്കുക തന്നെ ചെയ്യും. മരിക്കേണ്ട സ്ഥലത്ത് മരിച്ചില്ല. ബാഹ്യമായി ചിന്തിക്കുമ്പോൾ ഇത്രയും ഉയർച്ച വീണ സ്ഥലത്ത് മരിക്കേണ്ടതായിരുന്നു, പക്ഷെ അവിടെ മരിച്ചില്ല. അവിടെയല്ല നിശ്ചയിക്കപ്പെട്ടത്. ഓരോ മനുഷ്യന്റെ മരണത്തിന്റെ സ്ഥലം നിശ്ചയിക്കപ്പെട്ടത്. അല്ലാഹു തആല സൂറത്തുൽ ലുഖ്മാന്റെ അവസാനത്തിൽ പറയുന്നു, 5 കാര്യങ്ങൾ അതാർക്കും അറിയുകയില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ. അല്ലാഹുവിന്റെ അടുക്കലാണ് 5 കാര്യങ്ങളുടെ അറിവുള്ളത്. ഖിയാമത്തിന്റെ അറിവ്, ഗർഭത്തിന്റെ അവസ്ഥ, നാളെ മനുഷ്യന് സംഭവിക്കും, അവന്റെ മരണം, ഭൂമിയുടെ ഏത് പ്രദേശത്താണ് അവന്റെ മരണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ നസ്ബി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിൽ മലക്കുൽ മൗത്ത് ആഗതമായി മനുഷ്യന്റെ രൂപത്തിൽ. പിന്നെ സദസ്സിലിരിക്കുന്ന മനുഷ്യനെ തുറിച്ചു നോക്കി. ആ മനുഷ്യൻ സുലൈമാൻ നബിയോട് ചോദിച്ചു, ഇത് ആരാണ് എന്നെ തുറിച്ചു നോക്കുന്നു, കുറെ സമയമായി? അത് മലക്കുൽ മൗത്താണ്. അപ്പൊ ആ മനുഷ്യൻ പറയും, എനിക്ക് ഭയമാകുന്നു, എന്റെ റൂഹ് പിടിക്കാൻ വന്നതാണോ, അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി. സുലൈമാൻ നബി അല്ലാഹു തആല ധാരാളം നിഅമത്തും മുഅ്ജിസാത്ത് നൽകിയ നബിയാണ്. അദ്ദേഹം കാറ്റോടെ കൽപ്പിച്ചു, ഇദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇന്ത്യയുടെ ഏതോ പ്രദേശത്ത് കൊണ്ട് അദ്ദേഹത്തെ വിടാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം കാറ്റ് അദ്ദേഹത്തെ അവിടെ നിന്ന് ദൂരത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി.
പിറ്റേ പ്രാവശ്യം മലക്കുൽ മൗത്ത് വന്നപ്പോൾ സുലൈമാൻ നബി ചോദിച്ചു, നീ എന്തിനാണ് ആ മനുഷ്യനെ തുറച്ചു നോക്കിയത്? മലക്കുൽ മൗത്ത് പറഞ്ഞു, അല്ലാഹു തആല ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ കൽപ്പിച്ച സമയം ആഗതമായി, കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ. പക്ഷേ ഈ സമയം റൂഹ് പിടിക്കാൻ കൽപ്പിക്കപ്പെട്ട സ്ഥലം ഇവിടെയല്ല, ഇവിടുന്ന് എത്രയോ കിലോമീറ്ററുകൾ ദൂരത്തുള്ള രാജ്യത്താണ് റൂഹ് പിടിക്കാൻ തീരുമാനിച്ച സ്ഥലം. സമയം അടുത്തിരിക്കുന്ന മനുഷ്യൻ നിങ്ങൾ അടുക്കലാണ്. ഇത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് തുറച്ചു നോക്കിയതാണ്. പക്ഷെ റൂഹ് പിടിക്കാൻ അല്ലാഹു തീരുമാനിച്ച സ്ഥലത്തിലെത്തിയപ്പോൾ എനിക്ക് മുമ്പ് ആ മനുഷ്യനോട് എത്തിയിട്ടുണ്ട്. എവിടെയാണ് മനുഷ്യന്റെ മരണസ്ഥലം? അത് നിശ്ചയിക്കപ്പെടും. എന്ത് കാരണത്തെ മരണപ്പെടും? അത് നിശ്ചയിക്കപ്പെടും. ചിലപ്പോൾ സന്തോഷത്തിന്റെയും സുഭിക്ഷമായ ജീവിതത്തിന്റെയും ആയിരക്കണക്കിന് നൂറുകണക്കിന് ജീവിക്കാനുള്ള സൗകര്യങ്ങൾക്കിടയിലായിരിക്കും മരണമാഗതമാകുന്നത്. ഇമാം ഇബ്നു റജബ് ഹംബലി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നു. യസീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന മനുഷ്യൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല ഭരണത്തിന് ശേഷം ആ ഭരണം അവസാനിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണത്തോടു കൂടിയാണ്. യസീദ് ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹത്തിന് ഒരു അടിമ സ്ത്രീ, സുന്ദരിയായ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. വളരെ ഇഷ്ടമുള്ള ഒരു അടിമ സ്ത്രീ. ഒരിക്കൽ അവളുമായി സല്ലപിച്ച് ഇങ്ങനെ പൂന്തോപ്പിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷത്താൽ ഭക്ഷണത്തിന്റെ ഫ്രൂട്ട്സിന്റെ ഐറ്റംസ്, മുന്തിരിയോ അല്ലെങ്കിൽ മാതളത്തിന്റെ എന്തോ ഇങ്ങനെ അദ്ദേഹം ആ സ്ത്രീയുടെ അടിമ സ്ത്രീയുടെ വായിലേക്ക് എറിഞ്ഞപ്പോൾ അത് അവളുടെ ആമാശയത്തിൽ കുടുങ്ങി അവൾ മരണപ്പെട്ടു. ജീവിതത്തിന്റെ സന്തോഷത്തിനിടയിലായിരിക്കും തീരുമാനിക്കപ്പെട്ട സമയം എത്തുന്നത്. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിലായിരിക്കും, ആ സ്ഥലത്തായിരിക്കും മരണമാഗതമാകുന്നത്. അല്ലാഹു നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് ജീവിതം എത്ര നീണ്ടുപോയാലും നാം ഈ ലോകത്ത് നീങ്ങി പോകേണ്ടവർ തന്നെയാണ്. നാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നു, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് ആഗതമായി. നബിമാർക്ക് അല്ലാഹു നൽകിയ പ്രത്യേകതയാണ്, അവർ റൂഹ് പിടിക്കാൻ മലക്കിനെ അയക്കുമ്പോൾ അവർക്ക് ചെറിയ അവസരം നൽകും. അവർ ആഗ്രഹിക്കുന്നെങ്കിൽ വീണ്ടും അവസരം കൊടുക്കും. മൂസ നബിയുടെ അടുക്കൽ മലക്കുൽ മൗത്ത് ആഗതമായി. മലക്കുൽ മൗത്തിന് മനസ്സിലായി ഇദ്ദേഹം മരണത്തെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. മടങ്ങിപ്പോയി അള്ളാഹുവിനോട്, അള്ളാഹു നീ അയച്ചിരിക്കുന്ന ആരിലേക്കാണ്? അദ്ദേഹം ഇപ്പോൾ മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു തആല മലക്കുൽ മൗത്ത് വീണ്ടും അയച്ചു. മൂസയോട് പറയും അലൈഹിസ്സലാം, ഒരു മൃഗത്തിന്റെ പുറത്ത് കൈവയ്ക്കും, എന്നിട്ട് ആ മൃഗത്തിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ രോമത്തിനും ഒരു വർഷം നൽകാം ആഗ്രഹിക്കുന്നെങ്കിൽ. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, സുമ്മമാതാ, അതിനുശേഷം എന്ത് സംഭവിക്കും? ഞാനൊരു മൃഗത്തിന്റെ പുറത്ത് കൈവച്ചു, അതിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ വർഷവും എനിക്ക് കൂടുതൽ കിട്ടും ജീവിക്കാൻ. എന്നാൽ അതിന്റെ അവസാനം സുമ്മമാതാ, പിന്നെ എന്താണ് കിട്ടുന്നത്? പിന്നത് സംഭവിക്കും സുമ്മൽ മൗത്ത്, എന്നാലും മരണം എനിക്ക് ആഗതമാകും. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ മരണമായിക്കൊള്ളട്ടെ. ജീവിതം എത്ര നീണ്ടുപോയാലും തീർച്ചയാണ് ഒരു ദിവസം ഈ ലോകം നീങ്ങേണ്ടവരാണ്, യാത്രയാക്കേണ്ടവരാണ്. വന്ന മനുഷ്യർ, ദുനിയാവിലേക്ക് മനുഷ്യർ വന്നുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ വന്ന മനുഷ്യർ ഓരോരുത്തരായി പ്രായ വ്യത്യാസമില്ലാതെ യുവാവും യുവതിയും വൃദ്ധനും മധ്യവയസ്കനും എല്ലാം യാത്രയായിക്കൊണ്ടിരിക്കുന്നു. യാത്രയാകുന്ന മനുഷ്യർ രണ്ട് നിലയിലാണ്, രണ്ടവസ്ഥയിലാണ്. ഈ ദുനിയാവിന്റെ യാത്ര പോകുന്ന മനുഷ്യർ രണ്ട് അവസ്ഥയിലായിട്ടാണ് യാത്ര. ഒന്നെങ്കിൽ അതിയായ സന്തോഷവാനായി, അതിയായ സന്തുഷ്ടനായി, ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചവരായി യാത്രയാകും. മറ്റൊരു വിഭാഗം ദുനിയാവിൽ നിന്നും അതീവ ദുഃഖിതനായി, വിഷമത്തിലായി ദുനിയാവിൽ യാത്രയാകും. സന്തോഷത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആ മനുഷ്യന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമാണ്. ദുഃഖം അതും അറിയിക്കാൻ സാധിക്കുന്ന അതിയായ ദുഃഖവുമാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് യാത്രയാകുന്ന ഒരു വിഭാഗം, അവർ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ചില ആളുകൾ ദുഃഖിതരായി ദുനിയാവിൽ യാത്ര പോകുന്നു. അവർ പോകാതെ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടങ്ങാനും ഒരു അവസരത്തെയും ആഗ്രഹിക്കുന്നു. നമുക്ക് പോകേണ്ടത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. വലദതുക ഉമ്മുക യബ്ന ആദമ ബാകിയ, മനുഷ്യ, നീ പ്രസവിച്ച് വീണപ്പോൾ നിന്റെ സമീപത്തുള്ളവർ നിന്റെ പ്രസവിച്ച് വീണ അവസ്ഥയിൽ നീ കരയുമ്പോൾ അവർ പുഞ്ചിരിക്കുകയും സന്തോഷിക്കുകയുമായിരുന്നു. നീ കരയുകയായിരുന്നു. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയും കരയുമ്പോൾ അവന്റെ സമീപത്തുള്ളവരെല്ലാം ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇനിയൊരു ദിവസം വരും,
അൻ തകൂന ഇദാ ബകൗ ഫീ യൗമി മൗതിക ളാഹികൻ മസ്റൂറാ. ഒരു ദിവസം വരും നിനക്ക് ആഗതമാകും, ആ ദിവസത്തിന് വേണ്ടി നീ പരിശ്രമിക്കും, ധ്വാനിക്കും, ത്യാഗം ചെയ്യും. അന്ന് നിന്റെ സമീപത്തുള്ള നിന്റെ മക്കളും ഭാര്യയും എല്ലാം കരയുമ്പോൾ നിനക്ക് ചിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. നിന്റെ സമീപത്തുള്ള നിന്റെ ഭാര്യയും മക്കളും നിന്റെ മരണത്തിൽ, നിന്റെ വേർപാടിൽ കരയുമ്പോൾ അവർ കരയട്ടെ, നീ ചിരിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും പോകണം. ദുന്യാവിൽ ഓരോ മനുഷ്യന്റെ, ദുന്യാവിൽ മടങ്ങുന്ന മനുഷ്യർ, നീങ്ങുന്ന മനുഷ്യർ രണ്ട് അവസ്ഥയിലാണ്. ഒന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നവർ, രണ്ട് ദുഃഖിതരായി മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, മടങ്ങാൻ ആവശ്യപ്പെടുന്നവർ. ദുന്യാവിലേക്ക് ഒന്നുകൂടി മടക്കാൻ അല്ലാഹുവോട് പറയുന്നവർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവസ്ഥയിൽ പല സ്ഥലത്തും അല്ലാഹു തആല പറയും, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. മരണത്തിന്റെ സമയത്ത് പറയും അവസരങ്ങൾ പാഴാക്കിയവർ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ്, അല്ലാഹു അല്പസമയം ഒന്ന് മടക്കി ദുനിയാവിലേക്ക്. ഒരവസരം എന്താ ദുനിയാവിൽ? വർഷങ്ങൾ കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയി. ഒരവസരം കൊടുത്താൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു നഫ്സിനും കിട്ടുകയില്ല. അത് അല്ലാഹുവിന്റെ രീതിയാണ്, സുന്നത്താണ്, തീരുമാനമാണ്. നിശ്ചയിക്കപ്പെട്ട സമയമെത്തിയാൽ പിന്നെ ഒരു നഫ്സിനും, ആരുമാകട്ടെ, ഒരിക്കലും അവസരം കിട്ടുകയില്ല. ആരാണ് മരണസമയത്ത് മടങ്ങാൻ ആഗ്രഹിക്കുന്നത്? ദുന്യാവിൽ ഒന്നുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെല്ലാമാണ്? ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ സഹാബിയാണ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പ്രസിദ്ധനായ സഹാബി, ഹിബ്റുൽ ഉമ്മ, തർജുമാനുൽ ഖുർആൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഖുർആന്റെ വിഷയത്തിൽ അതിയായ അഗ്രഗണ്യനായ സഹാബി. അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ മരണസമയത്ത് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അദ്ദേഹം പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട വിഭാഗം, മൻ കാന ലഹു മാലുൻ ഫയുബല്ലിഹു ഇലാ ബൈതി ഹജ്ജ് ഇലാ ഹജ്ജ് ബൈതി റബ്ബി ഫലം യഫ്അൽ സഅല റജ്അത ഇൻദൽ മൗത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, മരണസമയത്ത് ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, മൻ കാന ലഹു മാലുൻ, ഒരു വ്യക്തിയാണ്, ആ മനുഷ്യൻ അല്ലാഹു സമ്പത്ത് നൽകിയിരുന്നു, സൗകര്യങ്ങൾ നൽകിയിരുന്നു, യുബല്ലിഹു, അവനെ ആ സമ്പത്ത് കൊണ്ട് എത്താൻ സാധിക്കും, ഹജ്ജ് ബൈതി റബ്ബി, അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക്, കഅബയിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. ഫലം യഫ്അൽ, അവൻ ചെയ്തില്ല. പല കാരണങ്ങളും പേരിലും അവസരവും സമ്പത്തും ഉണ്ടായിട്ട് ചെയ്തില്ല. സഅല റജ്അത ഇൻദൽ മൗത്ത്, മരണസമയത്ത് മടങ്ങാൻ അല്ലാഹുവിനോട് ചോദിക്കും. ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ ജീവിതകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ആ സമ്പത്തിനെ ഉപയോഗിച്ച് ഹജ്ജ് ചെയ്തില്ല. പല കാരണങ്ങൾ പറഞ്ഞു. വീട് നിർമ്മാണം, മകളുടെ വിവാഹം, അതും ഇതും പലതും പറഞ്ഞ് സമ്പത്തുണ്ടായിട്ടും അടുത്ത അവസരമാകട്ടെ എന്ന് ചിന്തിച്ചു, ഹജ്ജിനെ പിന്തിപ്പിച്ചു. അവസരം കിട്ടാതെ മടങ്ങിപ്പോയവർ, അവരാണ് മരണസമയത്ത് ദുനിയാവിലേക്ക് മടങ്ങാൻ പറയുന്നവർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും നെഞ്ചത്തെ കൈവച്ച് ചിന്തിക്കും, നമുക്ക് ആർക്കും ഈ അവസ്ഥയിലാണ് വിധം പോകുന്നത്. തീർച്ചയായും ചരിത്രങ്ങൾ പഠിച്ചാൽ നന്മയ്ക്ക് അവസരം കിട്ടിയിട്ട് പിന്തിച്ചവർ ദുഃഖിച്ചിട്ടേ ഉള്ളൂ. നന്മയ്ക്ക് അവസരം കിട്ടിയിട്ട് ആ നന്മയെ പിന്തിച്ചവർ ചരിത്രത്തിൽ അവർ ദുഃഖിച്ചിട്ടേ ഉള്ളൂ, അവർ വിഷമിച്ചിട്ടേ ഉള്ളൂ. ഏത് നന്മയാകട്ടെ, ഹജ്ജ് പോലെയുള്ള വലിയൊരു ഫർളിനെ നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനെ പിന്തിച്ചവർ എത്ര ദുഃഖത്തിലായിരിക്കും, എത്ര വേദനയിലായിരിക്കും. കിതാബുകളിൽ ചരിത്രം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ആരംഭ കാലഘട്ടം,
മിനയിൽ ഓരോ ടെന്റുകളും തങ്ങൾ കയറി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാലഘട്ടം. ആരുമില്ലാത്ത സമയം ഓരോ ടെന്റുകളിൽ കയറി ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഒരു പ്രാവശ്യം യാദൃശികമായി ഒരു ഗോത്രത്തെ കണ്ടുമുട്ടി. ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് വേണ്ടി ഞങ്ങൾ വരുമ്പോൾ, ഇസ്ലാമിന്റെ ഹജ്ജില്ല, ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് ഞങ്ങൾ വരുമായിരുന്നു. അവർ മിനയിൽ താമസിക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ തങ്ങൾ ഒരു മനുഷ്യനെ, മൈസറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമായി, അടുത്തു. നബി ഞങ്ങൾക്ക് തോന്നി ഇദ്ദേഹം ഇപ്പോൾ ഇസ്ലാം സ്വീകരിക്കും. പക്ഷെ അവസാനം അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ മുസ്ലിമായാൽ എന്റെ കുടുംബക്കാരും എന്റെ നാട്ടുകാരും എനിക്കെതിരാണ്. അടുത്ത വർഷം ഞാൻ ഹജ്ജിന് വേണ്ടി വരും, അപ്പോൾ ഞാൻ താങ്കളുടെ കൂടെ കൂടാം, എന്റെ അവസരമുണ്ടല്ലോ. അദ്ദേഹം അപ്പോൾ സ്വീകരിക്കാതെ മടങ്ങിപ്പോയി. അല്ലാഹുവാണ് തീരുമാനിക്കുന്ന അവസരങ്ങൾ നൽകുന്നത്. പിന്നെ വരാൻ സാധിച്ചില്ല. നബിതങ്ങളുടെ കാലഘട്ടം ഇങ്ങനെ കടന്ന് നബിതങ്ങൾ ഹജ്ജത്തുൽ വദാഇ അവസാന ഹജ്ജിന് വേണ്ടി തങ്ങൾ വന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ മുടിയെല്ലാം നരച്ച് വൃദ്ധനായി. തങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, മൈസറ ചോദിച്ചു, അറിയുമോ എന്നെ അറിയുമോ? തങ്ങൾ പറഞ്ഞു, നീ മൈസറയല്ലേ? അതെ, ഞാൻ മൈസറയാണ്. തങ്ങൾ ചോദിച്ചു, എന്താ നിന്റെ അവസ്ഥ, നിന്റെ കൂട്ടുകാരുടെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമാകാൻ വന്നതാണ്, എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചു. എനിക്ക് അന്ന് മുസ്ലിമായിരുന്നുവെങ്കിൽ എന്റെ കൂടെ വന്ന എല്ലാവരും ആ മതത്തിലായി മരണപ്പെട്ടു. എനിക്ക് മനസ്സിലായി, ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ എനിക്ക് അവസരം ഞാൻ പിന്തിച്ചു. അടുത്ത വർഷമാകട്ടെ. പക്ഷെ അടുത്ത വർഷത്തേക്ക് പിന്തിച്ചത് ഇപ്പോൾ മുടിയെല്ലാം നരച്ച് ഈ അവസ്ഥയിലാണ്. ആ മനുഷ്യന്റെ, ആ മൈസറയുടെ അന്നത്തെ ഖേദം എത്രയായിരുന്നു. എന്താ അദ്ദേഹം ചിന്തിച്ചത്? ശരിയാണ്, അടുത്ത വർഷം ഹജ്ജിന് വരുമ്പോൾ ഇസ്ലാം സ്വീകരിക്കുക. അതുപോലെ മറ്റൊരു മനുഷ്യന്റെ ചരിത്രം കാണാം, അദ്ദേഹം ഇസ്ലാമിലേക്ക് അദ്ദേഹം നോക്കിയപ്പോൾ ജനങ്ങളൊന്നുമില്ല, ചെറിയ സംഘമാണ് മുസ്ലിമുകൾ, തുടക്ക സമയമാണ്. അദ്ദേഹം കുറച്ച് നോക്കി നിൽക്കാം, ഇവരെങ്ങനെയാണെന്നും എന്നിട്ട് നോക്കിയിട്ട് ഇസ്ലാം സ്വീകരിക്കാം. അദ്ദേഹവും ബന്ധിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ ജനങ്ങളുടെ യാത്രക്കാർ മക്കയുടെ മദീനയുടെ ഇടയിലുള്ള സ്ഥലത്ത് താമസിച്ചിരുന്നത്. യാത്രക്കാരോട് ചോദിക്കുമ്പോൾ, എന്താണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ, മുസ്ലിമുകളുടെ അവസ്ഥ എന്താണ്? അങ്ങനെ മക്കം ഫതഹ് സംഭവിച്ചു. മക്കം ഫതഹിന്റെ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹബിബത്നി ഉമ്മി ലൗ അസ്ലമ യൗമഇദിൻ, എന്റെ ഉമ്മനെ പ്രസവിക്കാതിരുന്നെങ്കിൽ, ഞാൻ അന്നങ്ങനെ മുസ്ലിമായിരുന്നെങ്കിൽ, ഇതാ മക്ക ഫതഹായി, മുസ്ലിമുകൾ എണ്ണം ഇത്രയായി. ഇനി എത്രയോ മനുഷ്യരുടെ ചരിത്രം കാണാം. അവസരങ്ങളിൽ ബന്ധിപ്പിച്ചവർ പലതിന്റെ പേരിലും വലിയ ദുഃഖത്തിരയായിട്ട്. അതുകൊണ്ട് തീർച്ചയാണ്, സമ്പത്ത് അല്ലാഹു കയ്യിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഹജ്ജിനെ ബന്ധിപ്പിച്ചാൽ, അള്ളാഹുവിന് ആവശ്യമൊന്നുമില്ല, സമ്പത്തോ നമ്മുടെ ആവശ്യമില്ല, അവസരം അള്ളാഹു നൽകിയത്. ഒരു കാരണമില്ലാതെ കെട്ടിടം നിർമ്മാണം, വീട് ആർഭാടമാക്കൽ, മക്കളുടെ വിവാഹത്തിന്റെ ആർഭാടം, പലതിന്റെയും പേരിൽ ബന്ധിപ്പിക്കുന്നവർ, പ്രത്യേകിച്ച് ഉമ്മത്തിൽ നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആർഭാടത്തിന്റെ ഒരു ബാത്റൂം നിർമ്മിക്കുന്ന പൈസ ഒന്ന് മാറ്റിവെച്ചാൽ മതി, ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കാം. കെട്ടിടങ്ങൾക്ക് വേണ്ടി എത്ര സമ്പത്താണ് ചിലവാക്കുന്നത്. നബി തങ്ങളുടെ ഹദീസുകൾ പരിധിയാൽ എത്ര ശക്തമായ താക്കീതാണ്. സമ്പത്ത് കെട്ടിടങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി ആർഭാടത്തിന് വേണ്ടി ഒരു മുസ്ലിം സമ്പത്തിനെ കെട്ടിടങ്ങൾ പാഴാക്കുന്നത് നബി തങ്ങളുടെ ശക്തമായ താക്കീതുകൾ കാണാം. ഹദീസിൽ വരുന്നത്, ഒരു മനുഷ്യൻ അവൻ സമ്പത്തിനെ നന്മക്ക് ചെലവഴിച്ചാൽ അതിനെല്ലാം അല്ലാഹു പകരം നൽകും. അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റിരിക്കുകയാണ്. കെട്ടിടത്തിന് വേണ്ടി ആർഭാടമായി കെട്ടിടങ്ങൾ ഭംഗിയാക്കാൻ, അവന് താമസിക്കാനോ മഴയും ചൂടിന് സംരക്ഷണം കിട്ടാനോ അല്ല, അതിങ്ങനെ ഭംഗിയാക്കി ആർഭാടമാക്കാൻ വേണ്ടി ആ പാഴാക്കുന്ന സമ്പത്തിന് ഒരിക്കലും പകരം തിന്നാൻ കിട്ടുകയില്ല എന്നല്ല ഹദീസിൽ കാണാം. നബി തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു അൻസാരിയ സഹാബിയുടെ വീടിന്റെ മുകളിലുള്ള ചെറിയൊരു കുപ്പ പോലെ, ഉയർന്നൊരു ഭംഗിക്ക് വേണ്ടി നിർമ്മിച്ച കുപ്പ പോലെ ഒരു വസ്തു തങ്ങൾ കണ്ടു. അന്നത്തെ സഹാബാക്കളിൽ എത്ര ആർഭാടം, ചെറിയ കുപ്പ പോലെ. നബി തങ്ങൾ കുപ്പ ധാരാളം വീടാണ്, ഞങ്ങൾ എത്ര ചോദിച്ചു. ഞങ്ങൾ പോയി, ആ സഹാബി വന്ന് നബി തങ്ങൾ സദസ്സിൽ നബിയോട് സലാം പറഞ്ഞു. തങ്ങൾ സലാം അടയ്ക്കുന്നില്ല. സഹാബാക്കൾ ചോദിച്ചു, എന്ത് പറ്റി? നബി തങ്ങൾ സലാം അടക്കുന്നില്ല. നിന്റെ വീടിന്റെ മുന്നിൽ കൂടി പോകുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആരുടെയാണ് വീട്? ഈ ആർഭാടമായി സമ്പത്ത് ചെലവഴിച്ച് ഇങ്ങനെ കുപ്പയിൽ നിർമ്മിച്ച വീട് ആരുടേത്? ഒരു വെറുപ്പോടെ നബി തങ്ങൾ ചോദിച്ചു. സഹാബി നേരെ മടങ്ങിപ്പോയി, അതെല്ലാം പൊളിച്ച് നിരപ്പാക്കി തങ്ങളുടെ കയ്യിൽ മടങ്ങി വന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു,
മുഴുവൻ കെട്ടിടത്തിന്റെ ഉടമകളും അവർക്ക് ആ കെട്ടിടം നാശമായി ഇല്ലാമാൻ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചു. ആർഭാടത്തിനോ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അമിതമായി ഭംഗിയാക്കി സമ്പത്തുകൾ ചെലവഴിക്കുന്ന ലക്ഷ്യങ്ങൾ ചെലവഴിക്കുന്നവർ അവർക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹു വേണ്ടി മറുപടി പറയുകയും. ഒരു മനുഷ്യന്റെ സമ്പത്ത് പരിശുദ്ധമാണ് എന്നതിന്റെ അടയാളമാണ് ആ സമ്പത്ത് നന്മയിലെ ചെലവാവുകയുള്ളൂ. ഒരാളുടെ സമ്പത്ത് മോശമാണെങ്കിൽ അത് തിന്മയിലെ പാഴായ കാര്യത്തിൽ ചെലവാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു നൽകിയ സമ്പത്ത്, നമ്മുടെ ഈ സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് പോകാൻ സാധിക്കും. പിന്നെ അതിന് കാരണങ്ങൾ പറയില്ലേ? മകളുടെ വിവാഹം, മക്കളുടെ വിദ്യാഭ്യാസം, വീടിന്റെ നിർമ്മാണം, കച്ചവടം നോക്കാൻ ആളില്ല, എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാണ് ഫർദായ ഹജ്ജിനെ ബന്ധിപ്പിക്കുന്നത്. ആഗ്രഹം വെച്ചാൽ, നിയ്യത്ത് വെച്ചാൽ തീർച്ചയാണ് അള്ളാഹു വഴികൾ തുറക്കും. അള്ളാഹു വഴികൾ തുറക്കും. ഹിമ്മത്താണ് ആവശ്യം. നമ്മുടെ നാടുകൾ നമുക്കറിയാം, എത്ര ആളുകൾ ഇവർ എങ്ങനെ ഹജ്ജിന് പോകുമെന്ന് കണ്ടാൽ തോന്നും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ 2-3 ഹജ്ജുകൾ പൂർത്തിയാക്കി. എന്നാൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളും അക്കൗണ്ടിൽ മാസത്തിൽ കോടികൾ കയറിറങ്ങുന്ന അക്കൗണ്ടിന്റെ ഉടമ, പക്ഷെ ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഉള്ളിൽ നിഷ്കളങ്കമായ ആഗ്രഹമില്ല, നിഷ്കളങ്കമായ നിയ്യത്തില്ല. ഹജ്ജ് ചെയ്യാൻ സമ്പത്തിന്റെ ആവശ്യം, ആഗ്രഹമാണ് വേണ്ടത്. നിഷ്കളങ്കമായ ഒരു ആഗ്രഹം, ഒരു ഹിമ്മത്ത്. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ, അറബി ഭാഷയിൽ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ചെയ്യും എന്നൊരു ഉറച്ച തീരുമാനം. എന്ത് വന്നാലും ഞാൻ അത് ചെയ്യുമെന്നൊരു ഉറച്ച തീരുമാനം. ഇതൊരു മുഅ്മിന്റെ ഹൃദയത്തിൽ വന്നാൽ ഏത് നന്മക്കും ഹജ്ജിന്റെ വിഷയത്തിൽ മുഅ്മിൻ ചിന്തിച്ചാൽ, ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്യും, എന്റെ കച്ചവടം തടസ്സമല്ല, എന്റെ ഒരു കാര്യവും തടസ്സമല്ല, ഞാൻ ചെയ്യും എന്ന ഉറച്ച തീരുമാനമെടുത്താൽ പിന്നെ പുറകെ അള്ളാന്റെ സഹായം വരും. മാത്രമല്ല, നിങ്ങൾ അള്ളാഹിന് വേണ്ടി ചെലവഴിക്കുന്നത് അള്ളാഹു അതിന് പകരം നൽകുകയും ചെയ്യും. അള്ളാഹിന്റെ വാഗ്ദാനമാണ്. അള്ളാഹിന് വേണ്ടി ചെലവഴിക്കുന്ന അള്ളാഹു പകരം നൽകും. ആഗ്രഹമാണ് ആവശ്യം, നീയത്താണ് ആവശ്യം. എത്ര ആളുകളാണ് ഒരു സൗകര്യമില്ലാതെ, രോഗികൾ വരെ ഉദറുണ്ടായിട്ട് പുറപ്പെടുന്നു. ഷെയ്ഖ് ബൽഖി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞാനൊരു പ്രാവശ്യം ഹജ്ജിന് പുറപ്പെട്ടു. വഴിയിൽ വെച്ചൊരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ കാലിന് വൈകല്യമുള്ള മനുഷ്യനാണ്. ചന്തിയിൽ ഇരുന്ന് നിരങ്ങി 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 യാത്ര ചെയ്തു. മനുഷ്യൻ നീ എങ്ങോട്ട് പോവുകയാണ്? പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിലേക്ക് പോവുകയാണ്. ഇദ്ദേഹം ഞാൻ അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യൻ നടക്കാൻ കാലില്ല വൈകല്യമുള്ള മനുഷ്യൻ ഹജ്ജിന് പുറപ്പെടുന്നു. നിരങ്ങി നിരങ്ങി ഏത് നാട്ടിൽ നിന്നായി വരുന്നത്? ഞാൻ ഇന്ന നാട്ടിൽ നിന്ന് വരികയാണ്. എത്ര വർഷമായി പുറപ്പെട്ടു? ഞാൻ ഇത്രയും നാളെ പുറപ്പെട്ടിട്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ട് നോക്കി നിന്നു. ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്താ അത്ഭുതപ്പെട്ട് നോക്കുന്നത്? നീ എങ്ങനെയാണ് പരിശുദ്ധമായ ഭവനത്തിലേക്ക് എത്തുന്നത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത്രയും വലിയ ദൂരത്തെ എനിക്ക് എന്റെ റബ്ബിനോടും ആ ഭവനത്തോടുമുള്ള ആഗ്രഹമാണ് എന്നെ അടിപ്പിക്കുന്നത്. എനിക്ക് തടസ്സങ്ങളുണ്ട്, വൈകല്യമുണ്ട്, പക്ഷേ അതിനുള്ള അതിയായ ആഗ്രഹം ഈ ദൂരമെല്ലാം എനിക്ക് എളുപ്പമാക്കി. സഹോദരന്മാരെ, നമ്മൾ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പലരും നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കി, എനിക്ക് അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട്, ഞാൻ മനസ്സ് വെച്ചാൽ സാധിക്കും. പിന്നെ ചെറിയ ചെറിയ കാരണങ്ങൾ ശീത്ത തോന്നിപ്പിക്കുക. ഒരു വർഷം കഴിയട്ടെ, പ്രായമായിട്ടില്ല, കുറച്ച് പ്രായമാണ്, ഇപ്പോഴേ ഹജ്ജ് ചെയ്താൽ നന്നാകണ്ടേ, അല്ലെങ്കിൽ മകളെ വിവാഹം കഴിക്കാനില്ലേ, അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസ പൈസ ചെലവാക്കാനില്ലേ, അല്ലെങ്കിൽ വീടൊന്ന് പണി തീർക്കാനില്ലേ, കച്ചവടം ഒന്ന് സെറ്റാക്കാനില്ലേ, ആരെ ഏൽപ്പിച്ചിട്ടും, ഇങ്ങനെ പല ചിന്തകൾ ശീത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും പോകേണ്ടവരായ പലരും സത്യത്തിൽ ഓരോ വർഷവും എത്ര നാളായി ആഗ്രഹിക്കുന്നതിൽ പോയിട്ടില്ല. അവിടെ ഇത് എപ്പോഴെങ്കിലും ആഗ്രഹിച്ച കാര്യമില്ല. അത് ഇപ്പോഴാണ്, ഈ മാസത്തിലാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ജൂലൈ 31 വരെ ഹജ്ജിന് പേര് കൊടുക്കേണ്ട സമയമാണ്. ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തമായി ഒന്ന് തീരുമാനിക്കും. എന്തിനാണ് ഞാൻ ബന്ധിപ്പിക്കുന്നത്? സത്യമായി നമ്മൾ സത്യത്തിൽ പുറപ്പെട്ടാൽ ഹജ്ജിന് പുറപ്പെടുമ്പോൾ മനസ്സിലാകും, ഞാൻ നേരത്തെ പോകേണ്ടതായിരുന്നു. പോയവരെല്ലാം പറയുന്ന ഒരൊറ്റ വാക്കാണ്, ഇത് കുറച്ച് നേരത്തെ പോകേണ്ടതായിരുന്നു, ആരോഗ്യമുള്ളപ്പോഴാണ് ചെയ്യേണ്ടത്, ചെറുപ്പത്തിലാണ് ചെയ്യേണ്ടത്. പോയി വന്ന മുഴുവനാണ് പറയുന്ന വാക്കാണ്, കുറച്ച് നേരത്തെ പോകേണ്ടതായിരുന്നു, യുവത്വത്തിൽ പോകേണ്ടതായിരുന്നു. സഹോദരന്മാരെ, നമുക്ക് കിട്ടിയ അവസരമാണ്. അവിടെ ആഗ്രഹിക്കും, നിയത്ത് വയ്ക്കും, നമ്മുടെ കുടുംബത്തിലുള്ളവരെ പ്രേരിപ്പിക്കും, പരസ്പരം പറയും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആളുകളെ തയ്യാറാക്കി. അവിടെ ജൂലൈ 31 വരെ ഹജ്ജിന് പേര് കൊടുക്കേണ്ട സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഗ്രഹം വെച്ച ബുദ്ധിമുട്ട് ഗവൺമെന്റിൽ കൊടുക്കാൻ സുഖമായി യാത്ര ചെയ്യാം ചെറിയ പൈസയിൽ. ഇപ്പൊ ഈ വർഷമാണെങ്കിൽ ആ ദിവസവും കുറയ്ക്കുന്നുണ്ട്.
അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വളരെ എളിയൊരു അപേക്ഷയാണ്. ഇതൊരു പ്രസംഗമായി കേൾക്കാതെ ഒരു അപേക്ഷയായി കേട്ട് ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മുടെ നാട്ടിൽ പുറപ്പെടണം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.